ജീവിതം എന്ന് പറയുന്നത് ഒരു ദുരൂഹത നിറഞ്ഞ സമസ്യയാണ്. ദുഃഖങ്ങൾ, വേദനകൾ, കണ്ണുനീര്, നിരാശ, മുൻപോട്ടുള്ള യാത്രയ്ക്കുള്ള ഭൗതികമായ ഞെരുക്കങ്ങൾ, കടഭാരങ്ങൾ എന്നിവയൊക്കെ. നമ്മുടെ വേദനകളുടെ നടുവിൽ തനിച്ചാക്കാത്ത ചില സൗഹൃദങ്ങളുണ്ട്. നമ്മുടെ ആരുമല്ലാത്ത പലരും അകാലമൃത്യു പ്രാപിച്ചപ്പോൾ സ്വന്തം കുടുംബത്തെ പോലെ, കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ നമ്മുടെ നാട്, നമ്മുടെ സംസ്ഥാനം, നമ്മുടെ രാജ്യം ഒരുപോലെ കൂട്ടുനിന്ന് അവരുടെയൊക്കെ കണ്ണീരൊപ്പുന്ന കാഴ്ച നമ്മുടെ കൺമുൻപിൽ നാം കാണുവാനിടയായി. അതാണ് സൗഹൃദ ബന്ധം എന്ന് പറയുന്നത്. ഒറ്റപ്പെട്ടു പോകുവാൻ അനുവദിക്കാത്ത ആളെ വിളിക്കുന്ന പേരാണ് സുഹൃത്ത്. മറ്റൊരാൾ ഒറ്റപ്പെട്ടു പോകരുത് എന്ന് ചിന്തിച്ച് അയാളെ ചേർത്ത് നിർത്തുന്നതിനെയാണ് സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്. സമ്മർദ്ദങ്ങൾ കൊണ്ടും പലപ്പോഴും തനിച്ചാകാൻ നിർബന്ധിക്കപ്പെടുമ്പോഴും അദൃശ്യമായ ഒരു സ്നേഹത്തിൻ്റെ സാമീപ്യമുള്ള യഥാർത്ഥ സൗഹൃദങ്ങൾക്കിടയിൽ എത്ര സന്തോഷമാണ് ഉണ്ടാകുന്നത്. സത്യത്തിൽ എല്ലാവരും ഉള്ളപ്പോഴല്ല നമ്മൾ യഥാർത്ഥ സൗഹൃദങ്ങളെ അന്വേഷിക്കേണ്ടത്. നമുക്കാരുമില്ലാതെ വരുമ്പോൾ അടുത്തിരിക്കാൻ ധൈര്യപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ എന്നതിലാണ് എല്ലാവരുടെയും സൗഹൃദാന്വേഷണങ്ങൾ ചെന്നെത്തുന്നത്. പലപ്പോഴും അങ്ങനെയുള്ള ആ സുഹൃത്ത് അന്വേഷണങ്ങൾ പല ചതിയിലും കെണിയിലും ചെന്ന് പെടാറുമുണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. എല്ലാവരും ഉള്ളപ്പോൾ ആരുടെയും വില നമ്മൾ മനസ്സിലാക്കില്ല. ആരുമില്ലാതാകുമ്പോഴാണ് വഴി പിരിഞ്ഞ് അല്ലെങ്കിൽ യാത്ര പറഞ്ഞ് മാറ്റി നിർത്തിയ ഓരോ ബന്ധത്തിൻ്റെയും വില അറിഞ്ഞ് നമ്മൾ തുടങ്ങുന്നത്. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നവരെക്കാൾ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നവർക്കാണ് ബന്ധങ്ങളിൽ മുൻഗണന നൽകേണ്ടത്. ഇഷ്ടങ്ങളെ തൃപ്തിപ്പെടുത്തുന്നവർക്ക് അവരുടേതായ ചില ഇഷ്ടങ്ങളുണ്ടാകും. അവയ്ക്കും കുട പിടിക്കേണ്ടി വരുമെന്നുള്ളത് മറന്നു പോകരുത്. ആവശ്യങ്ങൾ ഉള്ളവരോട് അടുക്കാനോ അവരുടെ ആവശ്യങ്ങളുടെ കൂടെ നിൽക്കാനോ അധികം ആർക്കും താല്പര്യമുണ്ടാകുകയില്ല. കാരണം നമ്മൾ ഒരുപാട് സഹകരിച്ചാൽ, നമ്മൾ ഒരുപാട് ബന്ധപ്പെട്ടാൽ, ഒരു ആത്മസുഹൃത്ത് ബന്ധത്തിലേക്ക് നയിക്കപ്പെട്ടാൽ നമുക്ക് അവരെ സഹായിക്കേണ്ടി വരുമ്പോൾ നമുക്കുള്ള നഷ്ടങ്ങളെക്കുറിച്ച് പലരും ചിന്തിക്കാറുണ്ട്. ആരായിരുന്നു യഥാർത്ഥ സ്നേഹിതൻ എന്ന തിരിച്ചറിവാണ് ബന്ധങ്ങളുടെ മാറ്റ് നിശ്ചയിക്കുന്നത്. ഒരിക്കലും ചേരില്ല എന്ന് കരുതുന്നവർക്കിടയിൽ പോലും ഒരു സമവാക്യം രൂപപ്പെട്ടെന്ന് വരും. അവർക്ക് മറ്റാരുമില്ലെന്ന മനസ്സിലാകുകയോ ഒരുമിച്ച് നിന്നാലേ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടൂ എന്ന് തിരിച്ചറിയുകയോ ചെയ്താൽ മാത്രമേ ആ സമവാക്യമാകൂ. പരസ്പര പൂരകങ്ങൾ എന്ന് കരുതപ്പെടുന്നവർക്കിടയിൽ ചില വിള്ളലുകൾ രൂപപ്പെടും. എല്ലാ ദൗർബല്യങ്ങളോടും കൂടി പരസ്പരം ചേർത്ത് നിർത്താനുള്ള മനസ്സില്ലെങ്കിൽ ഒരുപക്ഷെ ബന്ധങ്ങൾ അകന്നു പോകും. ന്യൂനതകൾ മനസ്സിലാക്കണം. നല്ല വശങ്ങൾ മാത്രം ചിന്തിക്കാതെ ഒരാളിലുള്ള കുറവുകളോ വീഴ്ചകളോ ന്യൂനതകളോ നാം മനസ്സിലാക്കി വേണം അവരുമായി ഇടപെടുവാനും അവരെ കൈത്താങ്ങുവാനും. ആ നല്ല സ്നേഹിതൻ ആരാണ്? നമ്മുടെ ദുഃഖത്തിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന, നമ്മുടെ വേദനയിൽ നമുക്കൊപ്പം നിൽക്കുന്ന,
നമ്മുടെ കണ്ണുനീരിനെ ഒന്ന് ഒപ്പിയെടുത്ത് ഒരാശ്വാസവാക്ക് തരുന്ന ആ മിത്രം ആരാണ്? ഒരുപക്ഷെ ബന്ധങ്ങളിൽ വിള്ളലുകൾ സംഭവിക്കുമ്പോൾ ബന്ധുക്കളെക്കാൾ പറ്റിയ മിത്രങ്ങൾ നമുക്ക് കിട്ടിയെന്ന് വരും. പക്ഷേ നമ്മുടെ എല്ലാ അവസ്ഥകളിലും കൂടെ നിൽക്കുന്ന വ്യക്തികളാണ് നമ്മുടെ ഉറ്റമിത്രം. അതുതന്നെയാണ് വിശുദ്ധ ബൈബിളിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും സന്ദേശം. നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പിൻ, സ്നേഹം ആകുന്നു ദൈവം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ആ സ്നേഹത്തിൽ മറ്റുള്ളവരെ പരിഗണിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.